ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒരുപാട് നാളായില്ലേ ലോങ് വീഡിയോയിൽ കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലത്തിലെ ശിവരാത്രി ഉത്സവമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. ഒരു കാര്യം കാണിക്കാൻ മറന്നു പോയായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലെ മുരിങ്ങമരമാണ്. ഇത്തവണ നിറച്ചും മുരിങ്ങക്കായ് കിട്ടി ഞങ്ങൾക്ക്. ഉണ്ണിമോള് കാവടിക്ക് മാലയിട്ട് വരുന്ന വരവാണിത്. ശിവരാത്രിക്ക് മുന്നേ 2 ദിവസം മുന്നെയാണ് ഇവിടെ മാലയിട്ടത്. കാവടി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുവാണേ. ഉത്സവം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് കാവടി പൂജ. കാവടി പൂജ കഴിഞ്ഞിട്ട് 2-3 ദിവസം കാവടി അമ്പലത്തിൽ തന്നെ സൂക്ഷിക്കും. ശിവരാത്രിയുടെ അന്നാണ് നമുക്ക് കാവടി തിരിച്ചു കിട്ടിയത്. ഉണ്ണിമോൾ ഇതിനു മുൻപും കാവടി എടുത്തിട്ടുണ്ട്. ഉണ്ണിമോൾ മാത്രമല്ല, ഞാനും ഗൗതം എല്ലാ വർഷവും എടുക്കാറുണ്ട്. ഇത്തവണ ഉണ്ണിമോൾ മാത്രമേ എടുത്തുള്ളൂ. ഉണ്ണിമോൾ കാവടി പൂജയ്ക്കിടയിലെല്ലാം ഭയങ്കര കളിയായിരുന്നു. കാവടി പൂജ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് വീട്ടിൽ പോയത്. ശിവരാത്രിക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ ലൈറ്റ് സെറ്റിംഗ് എല്ലാം നടത്തിയിരുന്നു. മിക്ക ദിവസവും ഞങ്ങൾ ഇതുവഴി നടന്ന് കാണുമായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും വൈകിട്ട് വന്ന് കളിക്കുമായിരുന്നു ഇവിടെ. ഇപ്പം നിങ്ങൾ കാണുന്നത് ശിവരാത്രി തലേന്നുള്ള അമ്പലപ്പറമ്പാണ്. നമ്മളും തേനെല്ലിക്കയുടെ ഒരു സ്റ്റാൾ ഇട്ടിരുന്നു. ഒരുപാട് ഐസ്ക്രീം വണ്ടിക്കാരൊക്കെ വന്നിരുന്നു. അന്ന് അമ്പലത്തിൽ പ്രോഗ്രാമായിട്ട് ഗാനമേളയായിരുന്നു വെച്ചിരുന്നത്. ഇത് സന്ധ്യയ്ക്കുള്ള ലൈറ്റ് സെറ്റിംഗ് ആണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് ഉണ്ണിമോള് ഗാനമേളയ്ക്ക് ഡാൻസ് കളിച്ചതാണേ. അവൾക്കൊരു നാണവും ഇല്ല. ഇതായിരുന്നു ശിവരാത്രിക്ക് വാങ്ങിയ എൻ്റെ പുത്തൻ ഉടുപ്പ്. ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉണ്ണിമോള് കുറേ നേരം കളിച്ചു. ഞങ്ങൾ ഒരുങ്ങി അമ്പലത്തേക്ക് പോയി. പിന്നെ റോഡിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ കാവടി തുടങ്ങുന്ന സ്ഥലത്തേക്ക് പോയി. ഇത് അമ്മ ഉണ്ടാക്കിയ കാവടിയാണ്. ഉണ്ണിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാവടിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത്. കാവടിയോടൊപ്പം കുറച്ച് അലങ്കാര കാവടികളും ഉണ്ടായിരുന്നു. നല്ല കളറിലുള്ള അലങ്കാര കാവടികളും ഉണ്ടായിരുന്നു. അവിടെയും കാവടി പൂജ ഉണ്ടായിരുന്നു. പൂജ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിമോൾക്ക് കാവടി തിലകം തൊട്ട് കൊടുത്തു. അവിടെ നിന്ന് കാവടി എടുത്ത് കാവടി ഘോഷയാത്ര ആരംഭിച്ചു. സന്ധ്യയ്ക്ക് തുടങ്ങിയ ഘോഷയാത്ര രാത്രിയിലാണ് അമ്പലത്തിൽ വന്നു ചേർന്നത്. അമ്പലത്തിലെ കാവടി സമർപ്പിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം വീട്ടിലേക്ക് തിരിച്ചു വന്നു.